ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്നുള്ള ഈ ഒരു സീരീസിൻ്റെ പാർട്ട് 26 വീഡിയോ ആയിട്ടാണ്. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത നിങ്ങളേവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2028 നടന്നിട്ടുള്ള 98/2018 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ. യെസ്, അത് ഏകദേശം തീരാനായി കേട്ടോ. ഏകദേശം ഒരു 80ഓളം ചോദ്യങ്ങളായെന്ന് തോന്നുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് ധാരണ കിട്ടും ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എന്നും, നിങ്ങൾ ഏതെങ്കിലും വിട്ടുപോയ പോർഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും, ദെൻ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ഡീപ്പായിട്ട് പോകണം എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു സീരീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഒരു ചാനലിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, മെറ്റീരിയൽസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് മാത്രം പഠിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പഠിക്കേണ്ട മെറ്റീരിയൽസൊക്കെ ഞാൻ സാധാരണയായിട്ട് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അതേപോലെ എത്രത്തോളം പഠിക്കണം, ദെൻ ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി പോസിറ്റീവ് പോൾ ഓഫ് ഡ്രൈ സെൽ ഈസ് മെയ്ഡ് ഓഫ്. ഓക്കെ, ഞാൻ പറഞ്ഞു ബാറ്ററീസ്, സെൽസ് ആൻഡ് ബാറ്ററീസ് എന്നുള്ള ഒരു പോർഷനിൽ നിന്ന് ഏകദേശം ഒരു 4 മാർക്കോളം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, ഒരു 3, 4, 5 അത്രത്തോളം ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പഴയ ക്വസ്റ്റ്യൻസിലൊക്കെ അത്രത്തോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? യെസ്, ഡ്രൈ സെല്ലിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം. അതേപോലെ ലെഡ് ആസിഡ് സെല്ലുകളെ കുറിച്ച് പഠിക്കണം. അതായത് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും അല്ലേ. നമ്മൾ ആദ്യം ചെയ്ത സീരീസിലെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സെല്ലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽസ് ആൻഡ് ബാറ്ററീസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അവയുടെ കണക്ഷൻസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടത് ഓർക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് മുഴുവൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പറഞ്ഞേ, ദി പോസിറ്റീവ് പോൾ ഓഫ് ഡ്രൈ സെൽ ഈസ് മെയ്ഡ് ഓഫ്. അതായത് ഒരു ഡ്രൈ സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ്, ആ പോസിറ്റീവ് പാർട്ട് എന്ത് മെറ്റീരിയൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമല്ലേ അല്ലേ? എന്താണ്? കാർബൺ ആണ് അല്ലേ. കാർബൺ ആണ് പോസിറ്റീവ്, സിങ്ക് ആണ് നെഗറ്റീവ് അല്ലേ. സിങ്ക് ആണ് നെഗറ്റീവ്. നമ്മുടെ ആ ഡ്രൈ സെല്ലിൻ്റെ ആ കോട്ടിംഗ് ഇല്ലേ, ആ പുറത്തുള്ള ആ മെറ്റൽ പ്ലേറ്റ്, ഡ്രൈ സെൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് വരുന്ന ആ ഒരു കോട്ടിങ്, അത് തന്നെയാണ് അതിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ് കേട്ടോ. അത് തന്നെയാണ് അതിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫിഗർ എടുക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ കാണുന്നത് ഇതല്ലേ പോസിറ്റീവ് ഉണ്ടാവാറ്, ഇതല്ലേ പോസിറ്റീവ് അല്ലേ. ആ പോസിറ്റീവ് ആയിട്ട് വരുന്നത് എന്താണ്? കാർബൺ ഇലക്ട്രോഡാണ്. അതിൻ്റെ പുറത്ത് നമ്മളൊരു സീൽ ക്യാപ്പും വെച്ചിട്ടുണ്ടാവും അല്ലേ. അതാണ് പോസിറ്റീവ് ടെർമിനൽ. ദെൻ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്താ? നമ്മുടെ ഈ സിങ്കിൻ്റെ ഒരു കവറിങ് ആണ് വരിക. ആ കവറിങ് തന്നെയാണ് നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡ്. ദെൻ അതിനകത്തൊരു ഇലക്ട്രോലൈറ്റ് പേസ്റ്റ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇതിന് ഡ്രൈ സെല്ല് എന്ന് പേര് വരാൻ കാരണം? ബിക്കോസ് ഇതിനകത്തെ ഇലക്ട്രോലൈറ്റ് ഡ്രൈ ഫോമിലാണ് കേട്ടോ, ഒരു പേസ്റ്റ് ഫോമിലാണ്, അല്ലാതെ ലിക്വിഡായിട്ടല്ല, വെള്ളത്തിൻ്റെ രൂപത്തിലല്ല. അതുകൊണ്ടാണ് അതിന് ഡ്രൈ സെല്ല് എന്ന് പറയാൻ വേണ്ടി കാരണം. ഇനി ഈ ഡ്രൈ സെല്ല് ബേസിക്കലി ഒരു ലെഗ്ലാഞ്ചേ സെല്ലാണ്. ലെഗ്ലാഞ്ചേ സെൽ. ഓക്കെ, അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു ലെഗ്ലാഞ്ചേ സെല്ലാണ്. ലെഗ്ലാഞ്ചേ സെൽ എന്താ? ഒരു കാർബൺ സിങ്ക് സെല്ലിന് പറയുന്ന പേര് തന്നെയാണ് ലെഗ്ലാഞ്ചേ സെല്ല്. അതൊരു ഡ്രൈ സെല്ലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ ഇത്ര മതിയല്ലോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൾറെഡി നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നോട്ട് എഴുതാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ദെൻ മെർക്കുറി സെല്ലിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ലെഡ് ആസിഡ് സെല്ല്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലെഡ് ആസിഡ് സെല്ല്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അതും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ലെഡ് ആസിഡ് സെല്ലിൻ്റെ ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാലോ. യെസ്, ഇതിൻ്റെ ആൻസർ എന്താ? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദി എനർജി ഓഫ് സെക്കൻഡറി സെൽസ് ആർ റിന്യൂഡ് ബൈ. ഓക്കെ, സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ റീചാർജബിൾ ആയിട്ടുള്ള സെല്ലുകളാണ് അല്ലേ. റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററികൾക്ക് പറയുന്നവരാണ് സെക്കൻഡറി സെല്ല്. നമ്മുടെ വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ലെഡ് ആസിഡ് സെല്ല് അല്ലേ, ലെഡ് ആസിഡ് സെല്ല്, അതെന്താ? അത് റീചാർജബിൾ ആയിട്ടുള്ളതാണ്, സെക്കൻഡറി സെല്ലാണ്. നമുക്ക് ബാറ്ററിയുടെ ചാർജ് കുറയുന്ന സമയത്ത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഒരു DC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം, അതിനെ ചാർജ് ചെയ്യാൻ സാധിക്കും. അതിലെ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. എന്താണ്? ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ കേസിൽ പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ട്,
നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട് അല്ലേ, ഇലക്ട്രോലൈറ്റ് ഉണ്ട്. പോസിറ്റീവ് പ്ലേറ്റ് എന്താ, പോസിറ്റീവ് അല്ലേ. അപ്പം ലെഡ് പെറോക്സൈഡ്, ഓക്കെ, ലെഡ് പെറോക്സൈഡ്, ഓക്കെ, ലെഡ് പെറോക്സൈഡ്. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റ് ലെഡ് പെറോക്സൈഡ് എന്ന് പഠിക്കുക, PbO2 ആണ് കേട്ടോ, PbO2. നെഗറ്റീവ് പ്ലേറ്റോ, നെഗറ്റീവ് പ്ലേറ്റും എന്ത് തന്നെയാണ്, ലെഡ് തന്നെയാണ്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സ്പോഞ്ചി ലെഡ് എന്ന് പറയും കേട്ടോ, സ്പോഞ്ചി ലെഡ്, ഓക്കെ, സ്പോഞ്ചി ലെഡ്. അതെന്തുകൊണ്ടാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ ആ രീതിയിലായതുകൊണ്ടാണ്. ഓക്കെ, കുറേ സ്പോഞ്ചസ്, കുറേ പോർസ് ഉള്ള ലെഡിൻ്റെ ഒരു കൺസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളൊരു പ്ലേറ്റ് ആണ് വരിക കേട്ടോ, സ്പോഞ്ചി ലെഡ്. then ഇലക്ട്രോലൈറ്റ് എന്താ, സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലേ, H2SO4 ആണ്, H2SO4 ആണ്, ഡൈല്യൂട്ട് H2SO4 ആണ്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്, 1.28 ആണ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, അതൊക്കെ ഓർത്ത് വെക്കുക. അതായത് ഫുള്ളി ചാർജ്ഡ് ആണെങ്കിൽ 1.28 ആണ്. അത് ചാർജ് കുറയും തോറും ഇപ്പം ഫുള്ളി ഡിസ്ചാർജ്ഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ 1.12 1.18 ആ രീതിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതാണ് ചോദിക്കാറ് കേട്ടോ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, ഡൈല്യൂട്ടഡ് ആണ് അല്ലേ, എന്തുകൊണ്ടാണ്, വെള്ളം മിക്സ് ചെയ്തതാണ്. അത് 1.28 ആണ്. ഇനി എന്താ സംഭവിക്കുക, ഒരു ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള കേസിലാണ് ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. ഒരു ഫുള്ളി ചാർജ്ഡ് ആണെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റ് ലെഡ് പെറോക്സൈഡും നെഗറ്റീവ് സ്പോഞ്ചി ലെഡും, ഇലക്ട്രോലൈറ്റ് 1.28 ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ കളറും എന്തായിരിക്കും, ലെഡ് പെറോക്സൈഡ് ഓറിയോയുടെ കളറായിരിക്കും, നമ്മുടെ ഓറിയോ ക്രീം ബിസ്ക്കറ്റിൻ്റെ ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറായിരിക്കും ഉണ്ടാവുക ഈ പ്ലേറ്റുകൾക്ക്. ഫുള്ളി ഡിസ്ചാർജ്ഡ് ആയാലോ ഈ ലെഡ് പെറോക്സൈഡ് എന്തായിട്ട് മാറുന്നറിയോ, PbSO4, ലെഡ് സൾഫേറ്റ്. സ്പോഞ്ചി ലെഡോ, അതും ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഈ വെള്ളം ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് അല്ലേ ആദ്യം ഉണ്ടായിരുന്നേ, അത് വെറും വെള്ളമായിട്ട് മാറും. അതായത് അതിൻ്റെ അകത്തെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു കണ്ടന്റ് കുറയും. എന്തുകൊണ്ടാണ്, ആ സൾഫ്യൂരിക് ആസിഡിലെ കുറേ സൾഫേറ്റ് എന്ത് ചെയ്തു, ലെഡുമായിട്ട് റിയാക്ട് ചെയ്തു അല്ലേ, അതിന് കുറച്ച് വെള്ളം ഉണ്ടാവും അല്ലേ, കുറച്ച് വെള്ളവും ഉണ്ടാവും. ഓക്കെ, അപ്പം ഫുള്ളി ഡിസ്ചാർജ്ഡ് ആയിക്കഴിഞ്ഞാൽ എന്താ, ഇതിൻ്റെയൊക്കെ കളർ മാറിയിട്ട് ഏകദേശം വൈറ്റ് ആയിട്ട് മാറും കേട്ടോ, വൈറ്റിഷ് കളറായിട്ട് മാറും. അപ്പോൾ ഡിസ്ചാർജ്ഡ് കേസിൽ അത് ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറുന്ന മനസ്സിലാക്കുക. ഈ റിയാക്ഷൻ വളരെ സിമ്പിളാണ് കേട്ടോ. PbO2ഉം Pbയും ഉണ്ട്. ആ Pbൻ്റെ കൂടെ SO4 ചേർന്നിട്ട് PbSO4 ആവും. തന്നെ ഇവിടെ ഹൈഡ്രജനും ഓക്സിജൻ ചേർന്നിട്ട് വെള്ളമായിട്ട് മാറും. ഓക്കെ, യെസ്. അപ്പം ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് നോക്കുക. ദി എനർജി ഓഫ് സെക്കൻഡറി സെൽസ് ആർ റിന്യൂഡ് ബൈ, നമുക്ക് എങ്ങനെ റിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും, ഹീറ്റിംഗ് ഇറ്റ്, പാസിങ് കറണ്ട് ത്രൂ ഇറ്റ്, റിന്യൂവിങ് ഇറ്റ്സ് കെമിക്കൽസ്, ഇറ്റ് ക്യാൻ ബി റിന്യൂഡ് അറ്റ് ഓൾ. നമുക്ക് പ്രൈമറി സെല്ലാണെങ്കിൽ റിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷേ സെക്കൻഡറി സെല്ലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിന്യൂ ചെയ്യാം, പാസിങ് കറണ്ട് ത്രൂ ഇറ്റ്. ഓക്കെ, നമുക്ക് കറണ്ട് പാസ് ചെയ്തിട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. സോ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് അറിയോ, ഈ PbSO4 വിഘടിച്ചിട്ട് ലെഡ് ഓക്സൈഡും ലെഡുമായിട്ട് മാറും, അതേപോലെ വാട്ടറുമായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, ഓർത്ത് വെക്കുക. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പോളറൈസേഷനും ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത സീരീസിൽ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോട്ട് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവും, എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ, നെക്സ്റ്റ് പോവാം. അടുത്ത ചോദ്യം, വെൻ സെൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദി റിസൾട്ട് ഈസ്, സെല്ല് പാരലായിട്ട് കണക്ട് ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട്? ഓക്കെ, കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ ടെൻഷനും ഇല്ല. നമ്മൾ സാധാരണ ഈ ബാറ്ററി നമ്മൾ റിമോട്ടിലൊക്കെ ഇടുന്നത് എങ്ങനെയാണ്, റിമോട്ടിലൊക്കെ നമ്മൾ ഇടുന്നത് സീരീസ് കണക്ഷൻ ആണ് അല്ലേ. ഇപ്പോൾ രണ്ട് രീതിയിൽ ഇങ്ങനെ അതിലൊരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഇങ്ങനെ ആണ് ബാറ്ററി റിമോട്ടിൽ ഇടുന്നതെങ്കിലും അതിന് ഇന്റേണൽ കണക്ഷൻ എന്താ, ഇന്റേണൽ കണക്ഷൻ എന്ന് പറയുന്നത് സീരീസ് ആണ് അല്ലേ, സീരീസ് ആയിട്ടാണ് വരുന്നത്. സോ അത് സീരീസ് കണക്ഷൻ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് കൂടും. ഓക്കെ, വോൾട്ടേജ് ഇൻക്രീസസ്, കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ഒന്നിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എത്രയാണോ അത് തന്നെയാണ് രണ്ടിനും കൂടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ കുറേ നേരത്തേക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇനി നമ്മൾ വീടുകളിലൊക്കെ ഇൻവേർട്ടർ യൂസ് ചെയ്തെങ്കിൽ, വീടുകളിലല്ല, ഇപ്പോൾ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി, അവിടെയൊക്കെ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, ബാറ്ററീസ് യൂസ് ചെയ്യും അല്ലേ, ബാറ്ററീസ് യൂസ് ചെയ്യും. സോ അവിടെ ഒന്നുകിൽ അവർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, പാരലായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ 12 വോൾട്ടിൻ്റെ ബാറ്ററീസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തെന്ന് വിചാരിച്ചോ, ഒരു 20 കണക്ട് ചെയ്തെന്ന് വിചാരിച്ചോ, എന്ത് കിട്ടും, അവർക്ക് 240 വോൾട്ട് കിട്ടും അല്ലേ, 240 വോൾട്ട് കിട്ടും. ദെൻ അവരുടെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാരലി കണക്ട് ചെയ്യുന്ന സമയത്ത്
എന്താവും? കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഇൻക്രീസ് ആവും കേട്ടോ. ഒരു 12 വോൾട്ടിൻ്റെ 20 നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തെന്ന് വിചാരിച്ചോ. ഓക്കെ, പാരലൽ. ഇത് സീരീസ് ആണ്, ഇത് സീരീസ് ആണ്. എന്താ സംഭവിക്കും? അവയുടെ വോൾട്ടേജ് 12 വോൾട്ട് തന്നെയായിരിക്കും. സപ്പോസ് ഇത് 5 ആംപിയർ ആണെങ്കിൽ അവയുടെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി 100 ആംപിയർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ആ കാര്യം ഓർത്ത് വെക്കുക. സോ ഇവിടെ എന്താ വെച്ചാൽ പാരലായിട്ട് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? വോൾട്ടേജ് സെയിം തന്നെയായിരിക്കും അല്ലേ? കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. ദി കറണ്ട് കപ്പാസിറ്റി ഇൻക്രീസസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. സോ കൺസെപ്റ്റ് അറിയെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല, കൺഫ്യൂഷൻ വരില്ല. എക്സാം ഹാളിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. പക്ഷേ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ സെല്ല്, സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, വോൾട്ടേജ് ഇൻക്രീസസ്, കറണ്ട് ഇൻക്രീസസ് എന്ന് മാത്രം പഠിച്ചിട്ട് പോയാൽ എന്താ പ്രശ്നം? എക്സാം ഹാളിൽ ഇങ്ങനെ ഈ രീതിയിലൊരു 4 ഓപ്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ചുമ്മാ ഇരുന്ന് സമയം കളയും അല്ലേ? യെസ്. നിങ്ങൾക്ക് അവിടെ കുറേ ഇരുന്ന് ചിന്തിക്കേണ്ടി വരും, ഏതായിരിക്കും ഏതല്ല എന്നൊക്കെ ചിന്തിക്കേണ്ടി വരും. പക്ഷേ അറിയുന്നവനോ ഒരു 10-15 സെക്കൻഡ് കൊണ്ട് ആൻസർ കറപ്പിച്ചിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്. ദി കോമ്പോസിഷൻ ഓഫ് ഇലക്ട്രീഷ്യൻ സോൾഡറീസ്. ടിന്ന് 40, ലെഡ് 60, ടിൻ 50, ലെഡ് 80. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഇതൊന്നും ഒന്നല്ല നമുക്കറിയാം അല്ലേ? നമുക്ക് ആകെ ഡൗട്ട് വരും എന്താ? ടിൻ 40ഉം ലെഡ് 60ഉം, ടിൻ 60, ലെഡ് 40ഉം. നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണല്ലേ? ഇലക്ട്രീഷ്യൻ സോൾഡർ ചോദിക്കാറുണ്ട്, ഫൈൻ സോൾഡർ ഒക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടിന്നും ലെഡാണെന്ന് നമുക്കറിയാം. സോൾഡറിൻ്റെത് ടിന്നും ലെഡും ആണ് അല്ലേ? അതേപോലെ നമ്മൾ ഫ്യൂസ് വയറും എന്താണ്? അതും ടിന്നും ലെഡ് തന്നെയാണ് അല്ലേ? ലെഡിൻ്റെയും ടിന്നിൻ്റെയും സങ്കരം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇത് 40-60 ആണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഏതാ 40 ഏതാ 60 എന്ന് നിങ്ങൾക്കറിയാമോ? അന്ന് ഞാൻ ചെറിയൊരു ടിപ്പും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ലീഡ് ചെയ്യുന്ന ആൾ, ഓക്കെ, ലീഡ് ചെയ്യുന്ന ആളുടെ വാല്യൂ കുറവാണെന്ന് പഠിച്ചാൽ മതി കേട്ടോ. 40ഉം 60ഉം കണ്ടു കഴിഞ്ഞാൽ അതിൽ ലീഡ് ചെയ്യുന്ന നേരം 60 കൂടുതൽ, അത് ഓപ്പോസിറ്റ് ആണെന്ന് പഠിക്കാനാണ് ഞാൻ പറഞ്ഞത് അല്ലേ? സോ ലെഡ് 40, ടിന്ന് 60 അല്ലേ? ലെഡ് 40, ടിന്ന് 60. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇതേ ഫിഗർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നത് ഓർമ്മയുണ്ടോ? യെസ്. അതിൽ ഫൈൻ സോൾഡർ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഇലക്ട്രീഷ്യൻ സോൾഡർ തന്നെ ചിലപ്പോൾ ചോദിക്കും. പ്ലംബിംഗ്, ടിൻമാൻ സോൾഡർ അധികം ചോദിക്കാറില്ല കേട്ടോ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്റ്റ് ചെയ്യാം. അവിടെയാണ് 50-50. മിക്കപ്പോഴും ചോദിക്കാറ് ഇതാണ്, ഇത് രണ്ടുമാണ് മിക്കപ്പോഴും ചോദിക്കാറ്. ദെൻ പലരും പറയാറുണ്ട്, സാർ ഇതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ മാറ്റം ഉണ്ടല്ലോ, പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിലാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഈ രീതിയിൽ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ നിമി ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഒരു ഇലക്ട്രീഷ്യൻ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആധികാരികമായിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് നിമി ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് പോവാം. അതേപോലെ ഈ ചെറിയ ചെറിയ വേർഡുകളും കൂടി പഠിക്കുക കേട്ടോ. ഇപ്പം ഹെവി ഡ്യൂട്ടി സോൾഡറിങ്ങിന് വേണ്ടിയിട്ടുള്ള സോൾഡറിങ് മെത്തേഡ് എന്താണ് എന്ന് ചിലപ്പോൾ ചോദിക്കും. കണ്ടോ, ഇത് ചെറിയ വേർഡായിരിക്കും, നമ്മളെല്ലാം ശ്രദ്ധിക്കില്ല അല്ലേ? വർക്കിംഗ് ടെമ്പറേച്ചറൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ദെൻ ടിന്നിങ് ആൻഡ് സോൾഡറിങ്, ഇലക്ട്രിക്കൽ ജോയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ചോദിക്കും അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യാം? ഓർത്ത് വെക്കുക കേട്ടോ. പലപ്പോഴും ഏതെങ്കിലും ഒരു ചെറിയ വേർഡിൽ പിടിച്ചിട്ടായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവാറ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ഉണ്ടാവും, ഒരു പാരഗ്രാഫിൻ്റെ ഏറ്റവും അവസാനം ചെറിയൊരു വേർഡ് ഉണ്ടാവും. അവരെന്ത് ചെയ്യും? അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക്, നിമി ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം അഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് പോവാം. ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ്ഡ് ഇൻ ദി ഇവൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഫയർ ഈസ്. ഓക്കെ, ഒരു ഇലക്ട്രിക് ഫയർ വന്നു കഴിഞ്ഞാൽ ഏത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണ് യൂസ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മുടെ പുതിയ സിലബസ് പ്രകാരം ഇത് സിലബസിൽ ഉണ്ടോ എന്ന് ഡൗട്ടാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. കറക്റ്റ് ഓർമ്മയില്ല, നിങ്ങളെന്ത് ചെയ്യുക? ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ ഇതിൻ്റെ ആൻസർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം, നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. ഇനി ഒരു ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ കൂടി നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എവിടെയെങ്കിലും തീ പിടിച്ചു കഴിഞ്ഞാൽ ഏത് എക്സ്റ്റിങ്ക്വിഷറാണ് യൂസ് ചെയ്യേണ്ടത്? ഓക്കെ, അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഇനി സപ്പോസ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ വരുന്നുണ്ട് അല്ലേ? വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അതിലൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. നിങ്ങൾ നോക്കിക്കോ, ഇപ്രാവശ്യത്തെ ഇൻ്റർവ്യൂവിന് എന്തായാലും ഫയർ എക്സ്റ്റിങ്ക്വിഷറിനെ കുറിച്ച് ചോദിച്ചിരിക്കും, ഉറപ്പാണ്. പ്രത്യേകിച്ച് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്. നമുക്ക് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിനെ നമുക്ക് ഡിഫറെൻ്റ് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഫയറിനെ നമ്മൾ ആക്ച്വലി ഫയറിനെയാണ് കേട്ടോ ഡിവൈഡ് ചെയ്യുന്നത്. ഫയറിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യുന്നു നമ്മൾ പറയും.
അപ്പോൾ നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം അവിടെ ഒരു കുറച്ച് ടൈപ്പ് ഓഫ് ഫയർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് ജനറലൈസ്ഡ് ആയിട്ടുള്ള പറഞ്ഞുതരാം. നിമിയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇപ്പം ABCDEF എന്നുള്ള രീതിയിൽ 6 ടൈപ്പ് ഓഫ് ഫയർ ഉണ്ട്. പക്ഷേ നിമിയിൽ ABCD ആ രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. എന്നിട്ട് D പറഞ്ഞിട്ട് തന്നെ അവരെന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ ഫയർ പറയും. സോ ആദ്യം എ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസ് A ടൈപ്പ് ഓഫ് ഫയർ അതെന്താ, സാധാരണയായിട്ട് ഉണ്ടാവുന്ന വുഡ്, പേപ്പർ, ക്ലോത്ത് അതൊക്കെ എന്താണ് A ടൈപ്പ് ഓഫ് ഫയർ ആണ് കേട്ടോ. വുഡ്, പേപ്പർ, ക്ലോത്ത് ഇങ്ങനെയൊക്കെ ഒരു ഫയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്താണ്? യെസ്, നോർമലി വാട്ടർ യൂസ് ചെയ്താൽ മതി. ഓക്കെ, വാട്ടർ യൂസ് ചെയ്താൽ മതി ഇത്തരം ഫയറുകൾക്ക്. സോ ഫയർ എഞ്ചിൻ വരുമല്ലോ, നമ്മൾ വിളിക്കുന്ന സമയത്ത് ഫയർ എഞ്ചിൻ വരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും, സാധാരണ ഇത്തരത്തിലുള്ള ഫയർ ആണെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ കത്തുന്നു അല്ലേ, ഒരു മരം ഒക്കെയാണ് കത്തുന്നെങ്കിൽ, ഒരു കാടാണ് കത്തുന്നെങ്കിൽ അവർക്ക് വാട്ടർ യൂസ് ചെയ്താൽ മതി. ദെൻ B ടൈപ്പ് ഓഫ് ഫയർ ഉണ്ട്. ഓക്കെ, ക്ലാസ് B ഫയർ അതെന്താണെന്ന് അറിയോ, അത് ഫ്ലാമബിൾ ലിക്വിഡാണ്. ഫ്ലാമബിൾ ലിക്വിഡ് എന്ന് പറയുമ്പം നമ്മുടെ പെയിൻറ്റ്, ദെൻ പെട്രോള്, ഓക്കെ അത്തരത്തിലുള്ള ഫ്ലാമബിൾ ലിക്വിഡ് അല്ലേ, തീ പിടിക്കാൻ സാധ്യതയുള്ള ലിക്വിഡ്. അപ്പം അവയ്ക്ക് നമ്മൾ വാട്ടർ യൂസ് ചെയ്താൽ മതിയോ? വാട്ടർ യൂസ് ചെയ്താൽ അത് കെടുത്താൻ വേണ്ടി പറ്റുമോ? ഇല്ല. വെള്ളം യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും, വെള്ളത്തിൻ്റെ മുകളിൽ ഈ ലിക്വിഡ് വന്ന് കിടക്കും അല്ലേ. നമ്മൾ പെട്രോൾ ഉണ്ടെന്ന് വിചാരിച്ചോ, നമ്മൾ വെള്ളം കൊണ്ട് നനക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, ആ വെള്ളത്തിൻ്റെ മേലെ കയറിയിട്ട് ഈ പെട്രോൾ വരും, ആ പെട്രോൾ വീണ്ടും കത്തും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഏരിയയിൽ മൊത്തം ഇങ്ങനെ പെട്രോൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നു. നമുക്ക് എന്ത് ചെയ്യണം, ഈ പെട്രോൾ തീയുമായിട്ടുള്ള സമ്പർക്കം കുറക്കണം അല്ലേ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറുമായിട്ടുള്ള സമ്പർക്കം കുറക്കണം. അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത്, തീയുള്ള സമയത്ത് ഓക്സിജൻ സപ്ലൈ വീണ്ടും വീണ്ടും വന്നു കഴിഞ്ഞാൽ തീ വീണ്ടും വീണ്ടും ആളി കത്തുക ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പെട്രോളിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും സാധനം ഇട്ടുകൊണ്ട് ഇവയെ ഒന്ന് മൂടിയിടണം. ഓക്കെ, അതായത് ഇതിങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുക. ഓക്കെ, തീ കത്താൻ വേണ്ടി ഇതിങ്ങനെ റെഡിയായി നിൽക്കുക, എന്നെ കത്തിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങനെ റെഡിയായി നിൽക്കുക. അപ്പോൾ നമ്മൾ ഇവരെ ഒന്ന് കവർ ചെയ്യണം. ഇവരെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഒരു പദാർത്ഥം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, തീ കെടുത്താം. അതിന് നമ്മൾ പറയുന്ന ടെക്നിക്കൽ വേർഡ് എന്ന് പറയുന്നത് സ്മോത്തറിങ് എന്നാണ് കേട്ടോ. സ്മോത്തറിങ്. ഓക്കെ, അതായത് ഈ ഒരു സാധനത്തിൻ്റെ മുകളിലേക്ക് നമ്മളൊരു കവറിങ് പോലെ എന്തെങ്കിലും ഒരു പദാർത്ഥം ഇടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, യെസ്, ഈ ഒരു തീ കെടുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തുകൊണ്ടൊക്കെ വെച്ച് നമുക്ക് കവർ ചെയ്യാം, വാട്ടർ വെച്ച് കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമുക്കവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം യൂസ് ചെയ്യാം. ഓക്കെ, ഫോം ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഡ്രൈ പൗഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഏതിന് യൂസ് ചെയ്യുക, ക്ലാസ് B ടൈപ്പിന് യൂസ് ചെയ്യുക എന്നാണ് നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ദെൻ ക്ലാസ് C ടൈപ്പ്. ഓക്കെ, ക്ലാസ് C ടൈപ്പ് എന്താ, അത് ഗ്യാസ് ആണ് കേട്ടോ. ഓക്കെ, ഗ്യാസ് ടൈപ്പ് ഓഫ് ഫയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, യെസ്, ഗ്യാസ് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുക ഡ്രൈ പൗഡറാണ്. ഡ്രൈ പൗഡർ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ, ഗ്യാസ് ടൈപ്പ് ഫയർ വന്നു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ. അടുത്തതാണ് ക്ലാസ് D ടൈപ്പ്. ക്ലാസ് D ടൈപ്പ് എന്ന് പറയുന്നത് മെറ്റലാണ്. ഓക്കെ, മെറ്റൽ ഫയർ, അതായത് ഏതെങ്കിലും മെറ്റൽ എന്താ പറയുക, ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് നിന്ന് കത്തുകയാണ്, ഒരു വയറിങ് കത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ മെഷീൻ കത്തുകയാണെന്ന് വിചാരിച്ചു, അതൊക്കെ എന്താ മെറ്റൽ ഫയർ അല്ലേ. അപ്പോൾ മെറ്റൽ ഫയറിങ് നമുക്ക് ഒരിക്കലും വെള്ളം യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിനെ വലിച്ചെടുത്തിട്ട് വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കുക ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഫാക്ടറിയൊക്കെ കത്തുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു എന്ന് വിചാരിച്ചോ, അവിടെ വീണ്ടും ആളിക്കത്തുക ചെയ്യുക, കാരണം അവിടെ ഓക്സിജൻ കിട്ടുന്നു അല്ലേ. സോ ഒരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത കാര്യമാണ് ഈ വെള്ളമൊക്കെ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, യെസ്, അവിടെയാണ് നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ മെറ്റൽ ഫയർ വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനം എന്ന് പറയുന്നത് ഹാലോൺ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഡ്രൈ പൗഡർ. ഓക്കെ, ഇതൊക്കെ നമുക്ക് എവിടെ യൂസ് ചെയ്യാം, മെറ്റൽ ഫയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റൽ ഫയറിൽ യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇലക്ട്രിക്കൽ ഫയർ ആണെങ്കിൽ, ഓക്കെ, ഇലക്ട്രിക്കൽ ഫയർ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് ഏതാണ്, ഹാലോൺ ആണെന്ന് പറയുന്നുണ്ട്. ഈ ഹാലോൺ എന്ന് പറയുന്നത് കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ് കേട്ടോ. കാർബൺ ടെട്രാ ക്ലോറൈഡ് പറയുമ്പോൾ CCl4 ടെട്രാ4 അല്ലേ, അപ്പോൾ CCl4 ആണെന്ന് തോന്നുന്നു, അത്ര ഉറപ്പില്ല. കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സാധാരണയായിട്ട് ഇലക്ട്രിക്കൽ ഫയറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്ക് പ്രകാരമുള്ളത്.
അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ദെൻ സാധാരണയായിട്ട് നമുക്ക് ഇ ഫയറും എഫ് ഫയറും ഉണ്ടെന്ന് പറയാറുണ്ട്. എന്നിട്ട് ഈ ഫയറിലാണ് നമ്മൾ സാധാരണയായിട്ട് ഇലക്ട്രിക്കൽ ഫയർ പറയുന്നത് കേട്ടോ. ഇലക്ട്രിക്കൽ ഫയർ നമ്മൾ സാധാരണ ഇയിലാണ് മെൻഷൻ ചെയ്യുക. അതുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ദെൻ എഫ് ഫയറിൻ്റെ അകത്ത് കുക്കിംഗ് ഓയിൽ, ഓക്കെ, കുക്കിംഗ് ഫാറ്റ്, കുക്കിംഗ് ഓയിൽ അതൊക്കെ വരുന്നത് എവിടെയാണ്? അത് എഫിലാണ് വരിക. നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വെറ്റ് കെമിക്കലായിട്ടുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, വെറ്റ് കെമിക്കൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കുക്കിംഗ് ഓയിലും അല്ലെങ്കിൽ കുക്കിംഗ് ഫാറ്റ് എന്നൊക്കെ പറയുന്നത് കുറേയധികം വിസ്കോസിറ്റി ഉള്ള ഓയിലി ആയിട്ടുള്ളതാണ് അല്ലേ, ഒരു വാട്ടർ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെറ്റ് കെമിക്കലാണ് യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു ധാരണ ഉണ്ടാവുക. ദെൻ ചില കേസസിൽ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ കളറ് ചോദിക്കാറുണ്ട് കേട്ടോ. ചില ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ പുറത്ത് ഒരു കറുത്ത കളറുണ്ട്, ഓക്കെ, കറുത്ത ബാൻഡ് ഉണ്ട്. ആ കറുത്ത ബാൻഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ചോദിക്കാറുണ്ട്. അത് കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണെങ്കിൽ ഒരു കറുത്ത ബാൻഡ് ഉണ്ടാവും കേട്ടോ. ഒരു കറുത്ത ബാൻഡ് ആ ചുവന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ആ ഒരു സിലിണ്ടർ ഉണ്ടാവില്ലേ, അതിനൊരു കറുത്ത ഒരു റിങ് ഉണ്ടാവും. ദെൻ സപ്പോസ് അത് ബ്ലൂ കളറാണെങ്കിൽ, ബ്ലൂ കളറായിട്ടുള്ള ഒരു റിങ് ആണെങ്കിൽ, സാധാരണയായിട്ട് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒരു കോളേജിലോ ഒരു ഫാക്ടറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഈ ബ്ലൂ കളറിലുള്ള റിങ് കാണാൻ വേണ്ടി പറ്റും. അത് ഡ്രൈ പൗഡറാണ് കേട്ടോ. നമുക്ക് പൊതുവെ എല്ലാവിധ തീകൾക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് ഡ്രൈ പൗഡർ. സോ അതിന് ബ്ലൂ കളറിലുള്ള ഒരു റിങ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ബ്ലൂ കളറുള്ള ഒരു റിങ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഫോം ആണെങ്കിൽ യെല്ലോ ഉണ്ടാവും. അതൊക്കെ വളരെ കുറച്ച്, മിക്കവാറും ഉള്ള സ്ഥലത്ത് ഈ ഫോമൊന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ഫയർ എക്സ്റ്റിങ്ക്വിഷർ കണ്ടിട്ടുണ്ടാവും, അതൊക്കെ ബ്ലൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ യെല്ലോ ഒന്ന് പഠിച്ചു വെക്കുക. യെല്ലോ ഇറ്റ് ഈസ് എ ഫോം ടൈപ്പ് കേട്ടോ, ഫോം ടൈപ്പ്. ഓക്കെ, ഫോം ടൈപ്പ് ഇതൊക്കെ നിറഞ്ഞിരിക്കുക. റെഡ് ആണെങ്കിൽ വാട്ടർ ടൈപ്പ് ആയിരിക്കും. അതൊന്നും നമ്മൾ പൊതുവേ ഒരു സ്ഥലത്ത് ഉപയോഗിക്കില്ല അല്ലേ, കാരണം എന്താ, എല്ലാ ഫയറുകൾക്കും പറ്റിയതല്ലല്ലോ വാട്ടർ ടൈപ്പ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക, വളരെ നല്ലതാണ്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു എക്സാമിന് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്കിത് വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ബ്രിട്ടാനിയ സ്ട്രെയിറ്റ് ജോയിൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ. ബ്രിട്ടാനിയ ടി ജോയിൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, കഴിഞ്ഞ ആദ്യത്തെ സീരീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബ്രിട്ടാനിയ ടി ജോയിൻറ്റ്. സോ ജോയിൻറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിള്, ദെൻ ടൈപ്പ് ഓഫ് കേബിൾസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ജോയിൻറ്റുകൾ പഠിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും നല്ല ആൻസർ എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടാനിയ സ്ട്രെയിറ്റ് ജോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക. ഇൻക്രീസ് ദി ലെങ്ത്, ഇൻക്രീസ് ദി റെസിസ്റ്റൻസ്, ഇൻക്രീസ് ദി കണ്ടക്ടിവിറ്റി, ഇൻക്രീസ് ദി മെക്കാനിക്കൽ സ്ട്രെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, സോ ടെൻസൈൽ സ്ട്രെങ്ത്, ഓക്കെ, ടെൻസൈൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഓപ്ഷൻ ഏതാ? ഇൻക്രീസ് ദി മെക്കാനിക്കൽ സ്ട്രെങ്ത് ഓഫ് ദി കണ്ടക്ടർ അല്ലേ. നിങ്ങൾ നോക്കിയേ, നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി ഏതൊക്കെ ആൻസേഴ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല, എന്നാൽ നിങ്ങൾക്കൊന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇൻക്രീസ് ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഒരു ജോയിൻ്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലെങ്ത് ഓഫ് കണ്ടക്ടർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇൻക്രീസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, ഇൻക്രീസ് ദി കണ്ടക്ടിവിറ്റി ഓഫ് ദി കണ്ടക്ടർ അല്ലേ. ഒരു ജോയിൻ്റ് അടിക്കുക അല്ലേ, ഒരു ജോയിൻ്റ് എടുക്കുക ഒരു കണ്ടക്ടറിൽ നിന്നും, അത് ഒരു കണ്ടക്ടിവിറ്റി കൂട്ടാനോ റെസിസ്റ്റൻസ് കൂട്ടാനോ ഉള്ള ഒരു ഉപാധിയാണോ? അതിനാണോ നമ്മൾ ജോയിൻറ്റുകൾ എടുക്കുന്നത്? അല്ല. അപ്പം ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് കേബിൾസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പല കേസസിലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു ടാപ്പിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ജോയിൻറ്റുകൾ എടുക്കുന്നുണ്ടാവുക, ഈ ജോയിൻറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ചെറിയൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പലപ്പോഴും ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതെങ്ങനെയാണ് ഉണ്ടാവുക? കുറേ ചോദ്യങ്ങൾ കാണുക, കുറേ ചോദ്യങ്ങൾ പരിചയപ്പെടുക, കുറേ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഏത് ചോദ്യത്തിൻ്റെ ഉത്തരം ഏത് അല്ല എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ പ്രാക്ടീസ് ചെയ്യുന്ന തോറും നിങ്ങൾ എന്ത് ചെയ്യും, എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് പോവാം. ECE സ്റ്റാൻഡ്സ് ഫോർ. വളരെ എളുപ്പമാണ്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സീരീസിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ റിപ്പീറ്റേഷൻ കണ്ടോ? യെസ്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. ഇലക്ട്രോ വാലൻ്റ് കെമിക്കൽ ഈക്വലൻ്റ്, ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ്, ഇലക്ട്രോ കാർഡിയോ ഈക്വലൻ്റ്, ഇലക്ട്രോളിസിസ് കാഥോഡ് ഈക്വലൻ്റ്. ഓപ്ഷൻ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതല്ല എന്നല്ലേ. ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ്. ഇപ്പോൾ രണ്ട് ലോസ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഫസ്റ്റ് ലോവും സെക്കൻഡ് ലോവും. അതിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് മാസ് ലിബറേറ്റഡ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ പ്രൊപ്പോർഷനാണ്. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് മാസ് ലിബറേറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ആണ് അല്ലേ. യെസ്, നമ്മൾ Z എന്ന് പറയും. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും.
ഇതൊക്കെ എന്തായാലും ചോദിക്കും കേട്ടോ. ഇതൊക്കെ എന്തായാലും റിപ്പീറ്റ് ചെയ്യും, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓർത്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പം ഓരോന്നിൻ്റെയൊക്കെ ഈസി വാല്യൂ തന്നിട്ടുണ്ടാവും, അതുകൂടി പഠിക്കുക കേട്ടോ. അതുകൂടി പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അധികം പറയുന്നില്ല. എന്ത് ചെയ്യാം, നെക്സ്റ്റ് പോവാം. എ കറണ്ട് ഓഫ് 10 ആംപിയർ ഈസ് സെയിം ആസ്. ഓക്കെ, വളരെ സിമ്പിൾ. കറണ്ടിൻ്റെ ബേസിക്സ് ആണ് ചോദിച്ചത് അല്ലേ. ഒരു കറണ്ട് 10 ആംപിയർ എന്ന് പറയുന്നത് അതെന്താ ഉദ്ദേശിക്കുന്നതെന്നാണ് കേട്ടോ. നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു IT. പല ബേസിക് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. സോ I എന്താ, Q/T ആണ്. Q എന്താ, ചാർജ് അല്ലേ, ചാർജാണ്. സോ ചാർജിൻ്റെ ഫ്ലോയാണ് കറണ്ട് നമുക്കറിയാം അല്ലേ. ചാർജ് ബൈ ടൈം അല്ലെങ്കിൽ dQ/dt ആണ്. dQ/dt ആണ് കറണ്ട്. ഈ ചാർജിൻ്റെ യൂണിറ്റ് എന്താ, കുളമ്പല്ലേ അല്ലേ. കുളമ്പാണ് ചാർജ്. ഇപ്പോൾ നമ്മൾ 1 കുളം 2 കുളം എന്നൊക്കെയാണ് പറയുക. ദെൻ ടൈം നമ്മൾ ഏതാ സ്പെസിഫൈ ചെയ്യുക, സെക്കൻഡ് അല്ലേ, സെക്കൻഡ്. സോ 1 ആംപിയർ എന്ന് പറയുന്നത് എന്താ, 1 കുളം പെർ സെക്കൻഡ് ആണ്. ഇപ്പോൾ 10 ആംപിയർ എന്താ, 10 ആംപിയർ അത് 10 കുളം പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ. യെസ്, 10 കുളം പെർ സെക്കൻഡ്. എത്ര ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയല്ലേ. യെസ്, അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, എന്താണ് എന്ത് അല്ല എന്നുള്ള കറക്റ്റ് ധാരണ ഉണ്ടായി വെക്കുക. ഓക്കെ അല്ലേ. യെസ്, നെക്സ്റ്റ് പോവാം. ദി പവർ ഡിസിപ്പേറ്റഡ് ഇൻ പ്യുവർ കപ്പാസിറ്റർ ഈസ്. ഓക്കെ, ഒരു പ്യുവർ കപ്പാസിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദ്യം. ആൻസർ എന്താ, ആൻസർ 0 ആണ് അല്ലേ. യെസ്, നമ്മൾ AC സർക്യൂട്ട് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ബേസിക്കാണ് ഈ ഒരു സാധനം. സാധാരണ R ലോഡ് ഉണ്ടാവും, L ലോഡ് ഉണ്ടാവും, C ലോഡ് ഉണ്ടാവും അല്ലേ. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റൻസ്. ഞാനൊരു ഉദാഹരണത്തിന് ഒരു RLC സീരീസ് സർക്യൂട്ട് എടുക്കുകയാണേ. RLC സീരീസ് സർക്യൂട്ട്. അതിൽ ഞാനൊരു വോൾട്ടേജ് കൊടുക്കുകയാണ്, ഒരു വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, VS. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പം പവർ ഡിസിപ്പേഷൻ നടക്കുക റെസിസ്റ്ററിൽ മാത്രമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഈ ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും ഒരിക്കലും പവർ ഡിസിപ്പേറ്റ് ചെയ്യപ്പെടുന്നില്ല. അവിടെ എന്ത് ചെയ്യും, അവിടെ റിയാക്റ്റീവ് പവർ ഉണ്ടാവും കേട്ടോ. റിയാക്റ്റീവ് പവർ ഉണ്ടാവും. ചിലപ്പം ലാഗിങ് റിയാക്റ്റീവ് പവറോ ലീഡിങ് റിയാക്റ്റീവ് പവറോ ഉണ്ടാവും. ആ റിയാക്റ്റീവ് പവർ എന്ത് ചെയ്യും, ചിലപ്പം ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും. പക്ഷേ ഒരിക്കലും പവർ ഡിസിപ്പേഷൻ, ഓക്കെ, ആവറേജ് പവർ ഇൻസൈഡ്, ആവറേജ് പവർ ഡിസിപ്പേറ്റഡ് ഇൻ എൻ ഇൻഡക്ടർ എന്ന് പറയുന്നത് അത്ര 0 ആണ്. ആവറേജ് പവർ ഡിസിപ്പേറ്റഡ് ഇൻ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 0 ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് റെസിസ്റ്റർ സർക്യൂട്ടിൽ മാത്രമേ പവർ ഉണ്ടാവുള്ളൂ. ഓക്കെ, VRMS × IRMS × cos φ. ഓക്കെ, ഇതായിരിക്കും പവർ ഡിസിപ്പേറ്റഡ് ഇൻ റെസിസ്റ്റർ. ഇൻഡക്ടറിന് അക്രോസ് ഉള്ള പവർ ഡിസിപ്പേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക അത് അതിൻ്റെ അകത്തൊരു cos 2ωt എന്നുള്ളൊരു ടേം അതിനകത്ത് ഉണ്ടാകും കേട്ടോ. ഓക്കെ, നിങ്ങൾ ടോട്ടൽ പവർ ഇപ്പം ഇൻസ്റ്റൻറ്റീനിയസ് പവർ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇൻസ്റ്റൻറ്റീനിയസ് പവർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു ഇൻസ്റ്റൻറ്റിലുള്ള പവർ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് cos 2ωt എന്നുള്ളൊരു ടേം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടോട്ടൽ പവറാണ് കാണുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, അത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. 0 to T വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് കണ്ടോ നിങ്ങളൊരു cos 2ωt എന്നുള്ളൊരു ടേം ഉണ്ടോ. യെസ്, അതെന്താ, അതൊരു കോസ് കർവാണ് അല്ലേ. ഇതേപോലെയുള്ളൊരു കോസിൻ്റെ ഒരു ഗ്രാഫാണ്. നിങ്ങൾക്കറിയാം സൈൻ ആയാലും കോസ് ആയാലും അതിൻ്റെ ആവറേജ് വാല്യൂ 0 ആണ് അല്ലേ. ആവറേജ് വാല്യൂ 0 ആണ്. സോ ആവറേജ് വാല്യൂ ഓവർ എ പീരിയഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് PL-ഉം PC-യും എന്തായിരിക്കും, 0 ആണെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് PR 0 ആവാത്തെ, നിങ്ങൾ നോക്കിയേ. PR എന്ന് പറയുന്നത് VI cos φ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടു, ഇതാ സാറേ ഇതാ ഇവിടെയും ഇതാ cos φ, കോസിൻ്റെ ഒരു സാധനമല്ലേ ഉള്ളത്. പക്ഷേ ഇത് cos φ അല്ലേ. കോസ് ഏതിൻ്റെ കോസാണ്, φ എന്ന് പറഞ്ഞ ഒരു പാരാമീറ്ററിൻ്റെ കോസ് ആംഗിളാണ്. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്, 0 to T ആണ്. സോ 0 to T ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഏതിനെ, cos φ-നെ. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം എന്താ, ഈ VI cos φ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ T കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. സോ മനസ്സിലാക്കുക, റെസിസ്റ്ററിൽ മാത്രമേ പവർ ഡിസിപ്പേഷൻ ഉള്ളൂ, ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും പവർ ഡിസിപ്പേഷൻ ഇല്ല. അതെന്തുകൊണ്ടായിരിക്കും, ദി ആവറേജ് പവർ ഓവർ ദാറ്റ് സൈക്കിൾ വിൽ ബി ഈക്വൽ ടു 0 ആയതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. സോ 0 ആണ് ആൻസർ. അപ്പം അത്രയും കൺസെപ്റ്റുകൾ അറിഞ്ഞിരുന്നാൽ മതി, നിങ്ങൾക്ക് അധികം അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. സപ്പോസ് ഇതൊരു ഡിഗ്രി ലെവൽ ക്വസ്റ്റൻ ആണെങ്കിൽ ഇത് വരും കേട്ടോ. ഇത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിന് വരാൻ വേണ്ടി പോകുന്ന ചോദ്യമാണ്.
അതേപോലെ ഡിപ്ലോമ ലെവലിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. നെക്സ്റ്റ് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ്? സിമ്പിൾ സാധനമാണ്. ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞാൽ അതിൽ ലെവൽ 1 വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. പക്ഷേ ഒരുപാട് ആൾക്കാർ തെറ്റിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ സമയം വെറുതെ കളയുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, ക്ലാസ്സിൽ കേൾക്കുന്ന സമയത്ത് വളരെ ഈസി ആയിരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കര കൺഫ്യൂഷനാണ്. എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ്? അത് തമ്മിൽ മാറിപ്പോകുന്നു. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് നോക്കിയേ, ജർമേനിയം, റബ്ബർ, ഗ്രാഫൈറ്റ്, അലൂമിനിയം എന്നുള്ള ഓപ്ഷൻ തരുമ്പോൾ കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ കൂടുമല്ലേ. ഇപ്പോൾ കൺസെപ്റ്റ് എന്താ? നമുക്ക് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഓക്കെ, ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലേ, നമ്മളതിനെ ആൽഫ നമ്മൾ ഡിനോട്ട് ചെയ്യും. അതിന് എത്രയൊക്കെ വാല്യൂസ് ഉണ്ട്, അതിന് എന്തൊക്കെ വാല്യൂസ് എടുക്കാൻ വേണ്ടി പറ്റും? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം അല്ലേ, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ദെൻ 0 ആവാം. ഓക്കെ, 0 ആവുന്ന കേസിൽ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് വലിയ കാര്യമില്ല അല്ലേ, ടെമ്പറേച്ചർ കൂട്ടിയാൽ നോ എഫക്റ്റ് അല്ലേ, ടെമ്പറേച്ചർ കൂട്ടിയാലും ടെമ്പറേച്ചർ കുറച്ചാലും നോ എഫക്റ്റ്. ദെൻ സാധാരണ 0 എന്നുള്ള ഐഡിയൽ 0 എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല, വളരെ സ്മോൾ വാല്യൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് സാധാരണയായിട്ട് ഈ റെസിസ്റ്റർ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് നിയർലി 0 ആയിരിക്കും കേട്ടോ. അതൊന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഇനി പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ആകുമ്പോഴുള്ള പ്രത്യേകത എന്താ? ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റൻസ് കൂടും അല്ലേ. നെഗറ്റീവ് ആണെങ്കിലോ ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയാൻ മീൻസ് എന്താ? കണ്ടക്ടിവിറ്റി കൂടും അല്ലേ, കണ്ടക്ടിവിറ്റി കൂടും. ഇത് ആരാന്നറിയോ? ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ആണ് കേട്ടോ. സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. അതായത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ളത് ആർക്കാ? സെമി കണ്ടക്ടേഴ്സിനാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സെമി കണ്ടക്ടറായ റബ്ബറും ജർമേനിയം എന്താ? റബ്ബർ ഇൻസുലേറ്ററാണ് റബ്ബർ. ജർമേനിയവും സിലിക്കണൊക്കെ എന്താ? സെമി കണ്ടക്ടർ അല്ലേ. യെസ്. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവയുടെ റെസിസ്റ്റൻസ് കുറയും, കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ, പേടിക്കണ്ട. ഇനി പ്യുവർ മെറ്റൽ ഇല്ലേ, കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് കൂടും, അവയുടെ കണ്ടക്ടിവിറ്റി കുറയും കേട്ടോ, കണ്ടക്ടിവിറ്റി കുറയും. അതിൻ്റെ എക്സാമ്പിൾ ആരാ? മെറ്റൽസ് അല്ലെ കണ്ടക്ടേഴ്സ് കേട്ടോ, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ്? മെറ്റൽ അല്ലേ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ദെൻ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വരാൻ സാധ്യത ഗ്രാഫൈറ്റ് ആണ്. കാരണം ഗ്രാഫൈറ്റ് ഒരു കണ്ടക്ടറാണ് അല്ലേ, ഗ്രാഫൈറ്റ് ഒരു കണ്ടക്ടറാണ്. അപ്പം ഗ്രാഫൈറ്റും ഇവിടെ വരില്ലേ നിങ്ങൾക്കൊരു തോന്നൽ തോന്നും. പക്ഷേ ഗ്രാഫൈറ്റിൻ്റെ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് പറയുന്നത് നെഗറ്റീവ് ആട്ടോ. ലോ വാല്യൂ ഓഫ് നെഗറ്റീവ് ആണ്, -0.005 എന്നുള്ള ഒരു നെഗറ്റീവ് വാല്യൂ ആണ് ഗ്രാഫൈറ്റ് എന്ന് മനസ്സിലാക്കുക. അത് കണ്ടക്ടറാണ്, പക്ഷേ എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -0.005 ആണ്. സോ നമുക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് അലൂമിനിയം തന്നെയാണ്. ബിക്കോസ് അലൂമിനിയം ഒരു മെറ്റൽ ആണല്ലേ. യെസ്, അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആൻസർ യു ക്യാൻ സെലക്ട് ഈസ് അലൂമിനിയം ആണ്. ഇവൻ ദോ അതൊരു കണ്ടക്ടർ ആണെങ്കിലും അതിൻ്റെ ആൽഫ വാല്യൂ നെഗറ്റീവ് ആണെന്ന് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ചെറിയ എക്സെപ്ഷൻസ് ഉണ്ടാവും. ദെൻ എല്ലാ കാർബൺ കോമ്പൗണ്ടുകളും കണ്ടക്ടേഴ്സ് അല്ലല്ലോ അല്ലേ. ഇപ്പോൾ ഒരു ഡയമണ്ട് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഡയമണ്ട് കണ്ടക്ടർ അല്ല അല്ലേ, അതൊരു കാർബൺ കോമ്പൗണ്ടാണ്. സോ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഘടനേൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, അലൂമിനിയവും ഗ്രാഫൈറ്റും കണ്ടു കഴിഞ്ഞാൽ രണ്ടും വരുമല്ലോ. പക്ഷേ മനസ്സിലാക്കുക, ഗ്രാഫൈറ്റിൻ്റെത് മൈനസ് വാല്യൂ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ? യെസ്. ഇനി ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി തരാം. എങ്ങനെയാണ് ഈ കണ്ടക്ടറിനും അതേപോലെ സെമി കണ്ടക്ടറിനൊക്കെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ കണ്ടക്ടിവിറ്റി കൂടുന്നത്, കണ്ടക്ടിവിറ്റി കുറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് കൂടും അല്ലേ, റെസിസ്റ്റൻസ് കൂടും, അതേപോലെ കണ്ടക്ടിവിറ്റി കുറയും അല്ലേ, കണ്ടക്ടിവിറ്റി കുറയും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ എന്താ, ഫ്രീ ഇലക്ട്രോൺസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ, ഫ്രീ ഇലക്ട്രോൺസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, വെരി വെരി ഹൈ. ഇനി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കൂട്ടിയിടിക്കും. ഓക്കെ, അതായത് ഒരു കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം അവയിൽ ഇഷ്ടം പോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. സോ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഓൾറെഡി അവർ വളരെ ഡിസ്ഓറിയൻറ്റഡ് ആയിട്ട് കിടക്കുകയാണ് അല്ലേ, അത്രത്തോളം തിരക്കുള്ള ഒരു കേസാണ്. ഒരു ബസ്സിൽ നിറച്ചും ഒരു ബസ്സിൽ നിറച്ചും ആൾക്കാരുള്ള ഒരു കേസാണ്. സോ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവർ തമ്മിൽ കൂട്ടിയിടിക്കും. ഓക്കെ, സോ മോർ കൊളിഷൻസ്. ഓക്കെ, മോർ കൊളിഷൻസ്. ഓക്കെ, കൂടുതൽ കൂട്ടിയിടികളുണ്ടാവും. ദെൻ ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോ ഉള്ളത് കൊണ്ടാണ് അവിടെ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം. ഓക്കെ, സോ ഇങ്ങനെ കൊളിഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ആ സ്മൂത്ത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടുത്തെ പോയിന്റ്. സ്മൂത്ത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. നേരത്തെ കണ്ടക്ടിവിറ്റിക്ക് കാരണം ഈ സ്മൂത്ത് ആയിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആയിരുന്നു. ടെമ്പറേച്ചർ കൂടിയപ്പം അത് ഡിസ്ഓറിയൻറ്റഡ് ആയി, അത് തമ്മിൽ കൊളിഷൻസ് കൂടി. അപ്പം സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടുന്നതോടെ കണ്ടക്ടിവിറ്റി കുറയും അല്ലേ, കണ്ടക്ടിവിറ്റി കുറയും. ഇതാണ് കണ്ടക്ടറിൻ്റെ കേസിൽ. ഇനി നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും കേസിൽ എന്താ? ഒരു സെമി കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും കേസിൽ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് വളരെ കുറവാണ്. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ് വളരെ കുറവാണെന്ന് മാത്രമല്ല അവിടെ ബോണ്ടിങ് സ്ട്രോങ് ആണ് കേട്ടോ. അവർ തമ്മിലൊരു കോവലൻ ബോണ്ടും അതിൻ്റെ ആറ്റം തമ്മിലുള്ള ബോണ്ട് വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് അവർ സെമി കണ്ടക്ടറായിട്ടും ഇൻസുലേറ്ററായിട്ട് കിടക്കുന്നത്. സോ അവിടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് അതിൻ്റെ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. സോ നേരത്തെ നല്ല ബോണ്ടിങ്ങിൽ നിൽക്കുന്ന, വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഈ ആറ്റംസിൻ്റെ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, കോവലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്നതോടെ നമുക്ക് കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് കിട്ടും. ഓക്കെ, മോർ ഫ്രീ ഇലക്ട്രോൺസ്. അപ്പം കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് എന്തായി? യെസ്, അവർ മൂവ് ചെയ്യും അല്ലേ, അവരെന്താ ചെയ്യും? ഈ ഒരു സ്മൂത്ത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടാവും. സോ മോർ ഫ്രീ ഇലക്ട്രോൺസ് മീൻസ് മോർ കണ്ടക്ടിവിറ്റി, അതായത് റെസിസ്റ്റൻസ് ഡിക്രീസസ്. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്, ഇതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ ഈ കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് കഴിഞ്ഞാൽ സപ്പോസ് അഥവാ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ഡൗട്ട് വന്നാലും ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, കണ്ടക്ടർ സാറ് പറഞ്ഞത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും? യെസ്, ടെമ്പറേച്ചർ കൂടുമ്പം കൂടുതൽ കൊളിഷൻസ് ആണ് ഉണ്ടാവുക. അപ്പം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കുറയുമ്പം റെസിസ്റ്റൻസ് കൂടണം. അപ്പോൾ എന്താ? അത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കത്തിയാൽ മതി കേട്ടോ. അവിടെ നിന്ന് എഴുതിയെടുത്താൽ മതി. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി. അതും ഓക്കെ തന്നെയാണ്. അപ്പം സെറ്റല്ലേ? എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ചെറിയൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ്, ഇതിനൊരു മുഴുവൻ കോഴ്സായിട്ട് കരുതരുത്. ബാക്കിയുള്ള പണി നിങ്ങൾ തന്നെ എടുക്കണം. അല്ലാതെ ഒരാൾ വന്നിട്ട് പഠിപ്പിച്ചാൽ മാത്രമേ ഞാൻ പഠിക്കൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവരുത്. എന്ത് ചെയ്യാം? ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസുമായി വന്നിട്ട് നിങ്ങളുടെ പഠിത്തം ഏതുവരെയായി എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും വിട്ടുപോയ പാർട്ടുകളുണ്ടെങ്കിൽ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്താനും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. മുഴുവനായിട്ട് പഠിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഓക്കെ, അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ കേട്ടോ. ഇനിയുള്ള എക്സാമുകളൊക്കെ അത്രയും ടൈറ്റായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് വീഡിയോസ് കണ്ടതുകൊണ്ടോ കുറച്ച് ചോദ്യങ്ങൾ കണ്ടതുകൊണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും ഒരു റാങ്ക് ലിസ്റ്റിൽ നല്ല പൊസിഷനിൽ എത്താൻ വേണ്ടി പറ്റില്ല. നന്നായിട്ട് പഠിച്ച്, ടൈം എടുത്ത് പഠിച്ച്, മുഴുവൻ കവർ ചെയ്ത് എല്ലാം അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു സിറ്റുവേഷനിൽ നല്ലൊരു റാങ്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ അതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാവും. സോ വീണ്ടും ഈ ഒരു ജേർണി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, തുടരും. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.